ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെതിരെ വിമർശനവുമായി മന്ത്രി ജി.ആർ. അനിൽ. രാജീവ് ചന്ദ്രശേഖർ മലയാളി അല്ലാത്തതുകൊണ്ടാണ് മലയാളികളുടെ വികാരം മനസ്സിലാകാത്തതെന്നാണ് മന്ത്രി ജി.ആർ. അനിൽ റിപ്പോർട്ടറിനോട് പറഞ്ഞത്. സംസ്ഥാനത്തെ പദ്ധതികൾ നടപ്പിലാക്കിയതിനെക്കുറിച്ച് സാമാന്യ വിവരം പോലും ചന്ദ്രശേഖറിനില്ല. ഫൈൻ അടച്ചും പിണറായി വിജയൻ നടപ്പാക്കിയ പദ്ധതിയാണ് ദേശീയപാത വികസനം. തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയും കോൺഗ്രസും തമ്മിൽ ഡീൽ നടന്നു എന്നും മന്ത്രി പറയുകയാണ്. കർണാടകയിൽ ജനിച്ച് അവിടുത്തെ രാഷ്ട്രീയ അല്ലെങ്കിൽ അവിടുത്തെ വ്യവസായ കാര്യങ്ങളിൽ ഇടപെട്ട് നടന്ന ഒരാൾ മലയാളത്തിന്റെ വികാരം, മലയാളിയുടെ വികാരം അറിയില്ല. കേരളത്തിൽ എങ്ങനെയാണ് ഈ പദ്ധതികൾ നടപ്പാക്കുന്നത്, ഇതുവരെ നടപ്പാക്കിയ രീതി എന്താണ്, അതിനെക്കുറിച്ച് സാമാന്യം അറിവുണ്ടെങ്കിൽ ഇങ്ങനെ പ്രതികരിക്കാൻ തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. ഈ ദേശീയപാതയുടെ വികസനം എങ്ങനെ യാഥാർത്ഥ്യമായത്? നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായിയുടെ ഒരു മുൻകൈയിൽ നടന്ന മാതൃകയാർന്ന പ്രവർത്തനമല്ലേ ഭൂമി ഏറ്റെടുക്കലിൻ്റെ 25% പണം കൊടുക്കണമെന്ന ആവശ്യം അംഗീകരിച്ചത്? അങ്ങനെ ഫൈൻ അടച്ചുകൊണ്ട് പദ്ധതി നടപ്പാക്കാൻ കേരളം നിർബന്ധിതമാകുന്ന സ്ഥിതിയല്ലേ കേരളത്തിലുണ്ടായിട്ടുള്ളത്? കോൺഗ്രസിൻ്റെ സഹായമാണ്, കോൺഗ്രസിൻ്റെ സമീപനമാണ് ബി.ജെ.പിയെ തിരുവനന്തപുരം നഗരസഭയുടെ ഭരണത്തിലേക്ക് എത്തിച്ചത് എന്ന് കണക്കുകൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. 25ഓളം വാർഡുകളിൽ കോൺഗ്രസിൻ്റെ വോട്ട് പലയിടത്തും കാണാതെ ബി.ജെ.പി ജയിച്ചു വന്നിരിക്കുകയാണ്. അരുൺ സോളമനാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. അരുൺ, ഇത്തരത്തിലൊരു ഡീല് നടന്നെന്ന് അദ്ദേഹം സമർത്ഥിക്കുകയാണ്. എന്താണ് ഇപ്പോൾ പറയുന്നത്? നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഏറെ നിർണായകമാണല്ലോ അത്. വിനീത, കഴിഞ്ഞ ദിവസം ബഡ്ജറ്റ് പ്രസംഗം കഴിഞ്ഞതിന് പിന്നാലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ പ്രധാനമായിട്ടും ഉന്നയിച്ചത് കേന്ദ്ര പദ്ധതികൾ സംസ്ഥാനം നടപ്പിലാക്കുന്നില്ല എന്നുള്ളൊരു പരാമർശം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അതിൽ ഏറ്റവും ഉദാഹരണമായി പറയുന്നത് പ്രൈം മിനിസ്റ്റർ ആവാസ് യോജനയും ജൽജീവൻ മിഷൻ അടക്കമുള്ള പദ്ധതികൾ സംസ്ഥാനം നടപ്പിലാക്കിയില്ല എന്നുള്ളതാണ്. അവിടെയാണ് ഇപ്പോൾ മന്ത്രി ജി.ആർ. അനിൽ കടുത്ത വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ജൽജീവൻ മിഷൻ പദ്ധതി സംസ്ഥാനം ചിലവഴിച്ച പണം പോലും ഇതുവരെയും കേന്ദ്രം നൽകിയില്ല എന്നുള്ളതാണ്. നബാർഡിൽ നിന്ന് കടം വാങ്ങിയാണ് സംസ്ഥാന സർക്കാർ ആ പദ്ധതി നടപ്പിലാക്കിയത്. ഒരു ഘട്ടത്തിൽ പദ്ധതി നിർത്തലാക്കി പോയ ഒരു പദ്ധതിയാണ് ദേശീയപാത വികസനം. അവിടെ ഫൈൻ അടച്ചുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ ആ പദ്ധതി നടപ്പിലാക്കി. അങ്ങനെ ദേശീയപാത വികസനം അടക്കം പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ എന്തർത്ഥത്തിലാണ് ഇങ്ങനെ രാജീവ് ചന്ദ്രശേഖർ സംസാരിക്കുന്നുള്ള ഒരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. അവിടെയാണ് മലയാളി അല്ല എന്നുള്ളൊരു പ്രശ്നം ഉന്നയിക്കുന്നത്. എന്തായാലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുമ്പോൾ തന്നെ കോർപ്പറേഷൻ നിലവിൽ പിടിച്ചെടുത്തൊരു ആത്മവിശ്വാസം ബി.ജെ.പിക്കുണ്ട്. പക്ഷേ 25ഓളം വരുന്ന സീറ്റുകൾ അവിടെ ബി.ജെ.പിയും കോൺഗ്രസ് തമ്മിൽ ഡീല് നടന്നാണ്, അവിടെ അട്ടിമറി നടന്നാണ് ഇപ്പോൾ എൻ.ഡി.എ ഭരണം പിടിച്ചെടുത്തതെന്നുള്ളതാണ്. എന്തായാലും ജനങ്ങൾ വിധിയെഴുതും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി അക്കൗണ്ട് തുറക്കില്ല എന്നും മന്ത്രി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വിനീത, ശരി, അരുൺ സോളമനാണ് വിശദാംശങ്ങൾ നൽകിയത്.